ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജെസ്സോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ജെസ്സോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, അതൊരു പ്രൈമറാണ്. അതായത് നമ്മൾ ഗ്ലാസ്സിലും വുഡിലും ഏത് സർഫസിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രൈമറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു ടെക്സ്ചർ ഫോം ചെയ്യും. ഈ ടെക്സ്ചറിൽ നമുക്ക് പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കാൻ സഹായിക്കും. അതായത് പെയിൻറ്റ് പീലായി പോകുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, അത് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന വീഡിയോ, കാരണം ബോട്ടിലിൽ പെയിൻറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് പീൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് വളരെ സഹായകമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ബൗളാണ്. ദെൻ നമുക്ക് വേണ്ടത് ഒരു മെഷറിംഗ് സ്പൂണാണ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മെഷറിംഗ് സ്പൂൺ യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്ത് ആഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വേണ്ടതൊരു വൈറ്റ് ഗ്ലൂ ആണ്. ഏത് ബ്രാൻഡിൻ്റെയിലും വൈറ്റ് ഗ്ലൂ എടുക്കുക. പിന്നെ ബേബി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പൗഡർ ആയാലും എടുക്കാം, ടാൽക്കം പൗഡർ, ഏത് പൗഡർ ആയാലും എടുക്കാം. ബേബി പൗഡർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഫൈൻ പൗഡർ ആയിരിക്കും, തരി കുറവായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് വൈറ്റ് അക്രിലിക് കളറാണ്. വൈറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ജെസ്സോ വൈറ്റ് നിറത്തിലിരിക്കുക. അല്ല, നിങ്ങൾ ഏത് കളറാണ് ആഡ് ചെയ്യുന്നത് ആ നിറത്തിൽ നിങ്ങൾക്ക് ജെസ്സോ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് 2 സ്പൂൺ ടാൽക്കം പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഏത് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്പൂൺ ഫുള്ളായിട്ട് എടുക്കുക, 2 സ്പൂൺ. ബേബി പൗഡർ തന്നെ വേണമെന്നില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറും ആഡ് ചെയ്യാം. നിങ്ങളുടെ യൂസ് ചെയ്യുന്ന പൗഡറിൽ നല്ല തരി കൂടുതലായിട്ട് ആണ് കാണപ്പെടുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ആഡ് ചെയ്താലും മതി. 2 സ്പൂണാണ്. ദെൻ സെക്കൻഡ് 1 സ്പൂൺ വൈറ്റ് ഗ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ ഫുള്ളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് 1 സ്പൂൺ വൈറ്റ് അക്രിലിക് കളറാണ് ആഡ് ചെയ്യുന്നത്. ഈ റേഷ്യോ ഒരിക്കലും തെറ്റാൻ പാടില്ല. 2:1:1 എന്ന റേഷ്യോ തന്നെ ഫോളോ ചെയ്യുക. അതായത് 2 സ്പൂൺ ടാൽക്കം പൗഡറിന് 1 സ്പൂൺ വൈറ്റ് ഗ്ലൂവും 1 സ്പൂൺ അക്രിലിക് പെയിൻറ്റും എന്നേ നമ്മൾ എപ്പോഴും എടുക്കാൻ പാടുള്ളൂ. നിങ്ങളിപ്പോൾ എത്ര ബോട്ടിലാണോ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് മാറ്റാം, പക്ഷേ റേഷ്യോ ഒരിക്കലും തെറ്റാൻ പാടില്ല. അതായത് നിങ്ങൾ എപ്പോഴും ടാൽക്കം പൗഡറിന് 1 സ്പൂൺ കൂടുതൽ വേണം ആഡ് ചെയ്യുക. അതായത് 5 സ്പൂൺ ടാൽക്കം പൗഡർ ആണെങ്കിൽ 4 സ്പൂൺ ഗ്ലൂവും കളറും ആഡ് ചെയ്യണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തരിയൊന്നും ഫോം ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കുക. ആവശ്യമെങ്കിൽ ഒരു കുറച്ച് വെള്ളം നോക്കി, ഈ സ്പൂണിൽ ഒരു 1/4 ഭാഗത്തോളം ഞാൻ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇച്ചിരി ഒന്ന് ഡൈലൂട്ട് ചെയ്യാണ്. കാരണം ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോട്ടിൽ നല്ല സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ചെറുതായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു. നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം ഫോമും അല്ല, നല്ല ഡൈല്യൂട്ടായിട്ടും അല്ല ഇരിക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് കിട്ടേണ്ടത്. അതായത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എങ്കിലേ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ബോട്ടിൽ ഒരു ടെക്സ്ചർ ഫോം ചെയ്യത്തുള്ളൂ, നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, റെഡി ടു യൂസ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറയുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവൂ. എയർ ഏറി ഇത് പൂത്തു പോകും. ഇപ്പോൾ ഞാൻ ചെയ്തത് തന്നെ 2 ബോട്ടിൽ ഫുള്ളായിട്ട് ബേസ് കോട്ട് അടിക്കാനുള്ള എമൗണ്ട് ഉണ്ട്. സോ അത്രയും തന്നെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല, അഥവാ ചീത്തയായി പോയല്ലോ. ഞാൻ എപ്പോഴും അപ്പോൾ തന്നെ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഡയറക്റ്റ്ലി ബോട്ടിൽ അപ്ലൈ ചെയ്ത് വെക്കാറുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ചിലപ്പോൾ ചീത്തയായി പോയാലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ബോട്ടിലിൽ നിന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് ചെറുതായിട്ട് ജെസ്സോയിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ബോട്ടിലിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡാബ് ചെയ്ത് കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് വേണം ചെയ്യേണ്ടത്. വലുതായിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പെയിൻറ്റ് തിരിച്ച് വീണ്ടും സ്പോഞ്ചിലോട്ട് തന്നെ കയറും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കരുത്, വളരെ പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. എപ്പോഴും സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി. സ്പോഞ്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും ഈസി. കാരണം ബ്രഷ് ആകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്നും എല്ലാ ഭാഗത്തും കവർ ആയില്ലെങ്കിൽ അത് ചിലപ്പോൾ പീലാവാൻ സാധ്യതയുണ്ട്. സ്പോഞ്ച് വെച്ചാണെങ്കിൽ യാതൊരു കാരണവശാലും പെയിൻറ്റ് പീലാകത്തില്ല. ബേസ് കോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. ജെസ്സോയും കൂടി ആയതുകൊണ്ട് സ്പോഞ്ചും കൂടി വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ
നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മൾ സെക്കൻഡ് കോട്ടായിട്ട് ഏത് കളർ അപ്ലൈ ചെയ്താലും അതിൽ നന്നായിട്ട് പിടിച്ചിരുന്നോളും. ഒരു ടെക്സ്ചർ ഫോം ചെയ്യും, അതായത് മാറ്റ് ഫിനിഷ് ആയിരിക്കും, ഒരു പരുവരുത്ത ടെക്സ്ചർ ഫോം ചെയ്യും. അതിൽ നമ്മൾ സെക്കൻഡ് കോട്ടായിട്ട് അടിക്കുന്ന കളർ നന്നായിട്ട് പിടിച്ചിരിക്കും. സോ ഞാൻ എപ്പോഴും ബിഗിന്നേഴ്സിന് പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുക. സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അല്ല ബ്രഷ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ബ്രഷ് യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ അതാണ് പ്രിഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. ബേസ് കോട്ട് എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് കൊടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഗെസ്സോയോ എന്താണ് അപ്ലൈ ചെയ്താലും നന്നായിട്ട് ഡ്രൈ ആയിട്ടല്ലെങ്കിൽ ഒരു കാര്യമില്ല, അത് പീലായി പോകും. നന്നായിട്ട് ഡ്രൈ ആണ്. ഇതൊരു അര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചാലും കുഴപ്പമില്ല. വെയിലത്ത് തന്നെ വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് വെയിൽ കൊണ്ട് അത് ചിലപ്പോൾ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫാൻ ഓൺ ആക്കിയിട്ട് അതിൻ്റെ അടുത്ത് വെച്ചാലും മതിയാകും. ഇത് വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നോക്കിയതാ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് കിട്ടിയിട്ടുള്ള. നല്ല ഫിനിഷിംഗ് ഒന്നും കാണത്തില്ല. അത് ബേസ് കോട്ട് അങ്ങനെയാണ്. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ആയിക്കോളും. പിന്നെ ഞാൻ വെയിലത്തൊന്നും അല്ല കേട്ടോ വെച്ചത്, ഞാൻ ഫാനിൻ്റെ താഴെയാണ് വെച്ചത്. നിങ്ങൾ ഫാനിൻ്റെ താഴെ വയ്ക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോളൂ, പക്ഷേ ഇളം വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ ചൂടുകൊണ്ട് ചിലപ്പോൾ പൊളിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ചെറിയ വെയിലുള്ളിടത്ത് വെച്ചാൽ മതി. ഇതുപോലത്തെ ഒരു ടെക്സ്ചറായിരിക്കും ഫോം ചെയ്യുക. അതുകൊണ്ട് പെയിൻറ്റ് നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കും. പിന്നെ സെക്കൻഡ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ബേസ് കോട്ടും സെക്കൻഡ് കോട്ടും വൈറ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വൈറ്റിൽ നിങ്ങൾക്കറിയാം ഏത് പെയിൻറ്റും വൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ പെയിൻറ്റ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കും. റെഡ് ആണെങ്കിലോ ഗ്രീൻ ആണെങ്കിലോ ബ്ലൂ ആണെങ്കിലോ ഏതാണെങ്കിലോ സെക്കൻഡ് കോട്ടിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് എടുത്ത് കാണിക്കുക, കളർ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. സോ സെക്കൻഡ് കോട്ടും നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വേഗം തന്നെ ഡ്രൈ ആവും. ജെസ്സോയിൽ ഏത് കളർ അപ്ലൈ ചെയ്താലും വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ 2 ദിവസം എടുത്ത് ഇത് രണ്ടും ഒന്ന് ഉണങ്ങി കിട്ടാൻ, സെക്കൻഡ് കോട്ടും ബേസ് കോട്ടും. ഇത് ഞാൻ നേരത്തെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് വെച്ച ആ ബോട്ടിൽ ഒന്ന് വെറുതെ ഇരിക്കുന്നതാന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് അതിലൊന്ന് ചെറിയ എൻ്റെ വർക്കുകളൊന്ന് ചെയ്ത് നോക്കി. വേറൊന്നുമല്ല, യൂട്യൂബിൻ്റെ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബിൻ്റെ ബട്ടണിൻ്റെ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലൈക്കും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു 2 ലോഗോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ നെയിം ക്രാഫ്റ്റ്സ് ബൈ അതുല്യ. എസ് ഇടാൻ സ്ഥലം തരുന്നില്ല, അതുകൊണ്ട് ടി വരെ എത്തിയുള്ളൂ. അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളെ ബോർഡർ ഫുള്ള് ബ്ലാക്ക് മാർക്കർ പെണ്ണ് കൊണ്ടാണ് ഡാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്തൊക്കെ ഈ സബ്സ്ക്രൈബ് ബട്ടണിലും യൂട്യൂബിൻ്റെ ലോഗോയിലൊക്കെ കാണുന്ന റെഡ് എന്ന് പറയുന്നത് അക്രിലിക് പെയിൻ്റാണ്, റെഡ് അക്രിലിക് പെയിൻ്റാണ്. ദെൻ ലൈക്കിൻ്റെ ഷെയറിൻ്റെ എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ ആണ്. അതായത് ബ്ലൂവിൽ കുറച്ചുകൂടി വൈറ്റ് ആഡ് ചെയ്ത് ഒന്ന് ലൈറ്റും ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് മാർക്കർ യൂസ് ചെയ്യുന്നതാണ്. ഔട്ട്ലൈനും എഴുതിയിരിക്കുന്നതൊക്കെ മാർക്കർ യൂസ് ചെയ്ത് തന്നെയാണ്. ഷെയർ ബട്ടണും അങ്ങനെ തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഒരു റിബൺ ഇങ്ങനെ പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്കൊരു മുത്തും വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലത്തുള്ള ന്യൂ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.